ഹലോ ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ മഷ്റൂം, ചിക്കന്, ഒനിയന് അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള അപ്പോൾ ഒരു സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്, 2 ഒനിയൻ, പിന്നെ മഷ്റൂം ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. മഷ്റൂമൊക്കെ ഓപ്ഷനിലാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ചിക്കന് 100 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല കട്ടയൊന്നും ഇല്ലാതെ. എൻ്റെ ഉരുളൻകിഴങ്ങ് ഒരു ഇത്തിരി വേവ് കുറവുണ്ട്. നിങ്ങളത് ഇത്തിരിയും കൂടിയും വേവിച്ചിട്ട് നമുക്കിങ്ങനെ ഉരുളാക്കണ രീതിയിൽ ആക്കിയെടുക്കുക. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലൊരു ഇത്തിരി ബട്ടർ, വേറെ ഒന്നും വേണ്ട, ഇത്രയും മതി. വളരെ ഒരുപാട് ബട്ടറൊന്നും ഇട്ടിട്ട് നമ്മൾ ഇതാക്കണ്ട. ഒരു ഇത്തിരി ബട്ടർ ഇട്ടിട്ട് അതിലാദ്യം നമ്മൾ ഒനിയൻ 2 ഒനിയൻ എടുത്തിട്ടുണ്ട്. ആ ഒനിയൻ്റെ കൂടെ ഞാൻ 2 ചില്ലി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒനിയനും ചില്ലിയും കൂടി ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു, ഇപ്പോൾ ഒനിയനിൽ നിന്ന് നമുക്ക് വെള്ളം വരുമല്ലോ, ആ വെള്ളം ഒന്ന് മാറുന്നത് വരെ, വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ക്യാപ്സിക്കവും തക്കാളിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ളത്. അതും ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചോപ്പറിലിട്ട കാരണം എനിക്ക് നല്ല തരിതരിയായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെറിയ തരിതരിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഇതിലത്തെയും വെള്ളം കഴിയുന്നത് വരെ ഇങ്ങനെ വഴന്ന് വരികയല്ല വേണ്ടത്, വെള്ളം നമുക്ക് ഡ്രൈ ആയി കിട്ടുക വേണ്ടത്. ഇതിലുള്ള ജലാംശം പോവുക വേണ്ടത്. അങ്ങനെ ജലാംശം പോയതിന് ശേഷം അടുത്തതായിട്ട് മഷ്റൂം ഇട്ട് കൊടുക്കുക. മഷ്റൂമിൽ നിന്നും നമ്മൾ ജലാംശം പോകുന്നത് വരെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ മാഗി ക്യൂബ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. ഇളക്കി നന്നായിട്ട് ആ ഒരു വെജിറ്റബിൾസും പൊട്ടാറ്റോയും കൂടി മിക്സ് ആവണ തക്കം വിധം നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വിചാരിച്ച് വെജിറ്റബിൾസ് അങ്ങനെ ഉടഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത് വെള്ളം ഇതായിട്ടുള്ള വഴന്നു പോയിട്ടില്ല. പിന്നെ ഒരു എഗ്ഗ് അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിയിൽ എഗ്ഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അത് സാലറി, അത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടേ കൊടുക്കുക, ഇല്ലെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താൽ. ഞാൻ 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സാലറിയും മല്ലിയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം സ്നാക്കിന് ടേസ്റ്റ് കൂടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഫ്രഷ് ക്രീം ഇല്ലാച്ചാൽ ഒരു 2 സ്പൂണ് 3 സ്പൂണ് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല കട്ടിയുള്ള പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഗരം മസാല 1 ടീസ്പൂണ്, പെപ്പർ 1 ടീസ്പൂണ്, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ 1 ടീസ്പൂണ്. അപ്പോൾ 8 സ്പൂൺ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മെഷർമെൻറ്റുള്ള കണക്ക്, ഇത് കുഞ്ഞിയ സ്പൂണാണ് കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ ചിക്കനെ ഇതേപോലെ നന്നായിട്ട് ക്രഷ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെറുങ്ങനെയല്ല, ഒന്ന് നന്നായി ക്രഷ് ചെയ്ത് തന്നെ കൊടുക്കുക. നല്ല തരിതരിയായിട്ട് ക്രഷ് ചെയ്താലാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരെ ഈ സ്നാക്കിന്. നന്നായി ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ, ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ സോസും വെജിറ്റബിൾസും പെപ്പറും ഒറിഗാനൊക്കെ എല്ലാം അതിൽ കിടന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ, അതിലൊരു സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതേപോലെ തിക്കിൽ നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരുവിധം സ്നാക്കൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ബാറ്ററിൽ മുക്കിയിട്ടൊക്കെ നമ്മൾ പൊരിക്കില്ലേ, ഈ എന്താ പറയുക ചിക്കൻ ബോൾ അതൊക്കെ ചെയ്യണേ, അതേപോലെ
ഇപ്പോൾ നമ്മൾ നോർമലി തന്നെ നമ്മൾ കട്ട്ലേറ്റിന് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ലവ് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ബോളാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ട്ലേറ്റ് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്ത് എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ 2-3 വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഒരു ലുക്കും അതിൻ്റെ ഒരു ഫ്ലേവറും വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഒരു ബോളൊരു പകുതി മുങ്ങണ രീതിയിലുള്ള എണ്ണ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാ ബോൾസും അതിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ബോളും ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആ ഒരു വറ്റൽമുളക് ആഡ് ചെയ്ത് കിടക്കുമ്പോൾ കണ്ടില്ല, നല്ലൊരു ഭംഗി കാണുന്നില്ല നമുക്ക് സ്നാക്കിന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സ്നാക്കാട്ടോ, അടിപൊളിയായി. മഷ്റൂമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിൽ വന്നിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിത് അങ്ങനെ ഉടഞ്ഞു പോവുകയോ ഇതാവുകയോ ഒന്നും ചെയ്യണില്ല. നമ്മളിത് എങ്ങനെ വെള്ളം കാണിച്ചു വെക്കുന്നുണ്ട്, ഒന്നും ഉടയുകയോ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.